Good afternoon, students. Welcome to classes on economics of capital market. Today, we will be dealing with one of the national stock exchange in India, OTCEI, or Over the Counter Exchange of India. Over the Counter Exchange of India was incorporated in October 1990 as a company under Companies Act 1956. It became fully operational in 1992 with the opening of a counter at Mumbai. So OTCEI was incorporated in October 1990 and it started its operations in 1992. അപ്പോൾ OTCEI അല്ലെങ്കിൽ ഓവർ ദ കൗണ്ടർ എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യ 1990 ഒക്ടോബറിലാണ് ഇൻകോർപ്പറേറ്റ് ചെയ്യപ്പെട്ടത്. അതിൻ്റെ ഓപ്പറേഷൻ അത് സ്റ്റാർട്ട് ചെയ്തത് 1992 ഒരു മുംബൈയിൽ ഒരു ചെറിയ കൗണ്ടർ സ്റ്റാർട്ട് ചെയ്തുകൊണ്ടാണ് OTCEI അതിൻ്റെ പ്രവർത്തനങ്ങൾ 1992 സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം സാധാരണ നമുക്കറിയാം നമ്മൾ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറയുമ്പോൾ തന്നെ ഒരു വലിയ ബിൽഡിങ്, ഇപ്പോഴാണെങ്കിൽ വലിയ ബിൽഡിങ്ങിൽ സ്ക്രീൻ ബേസ്ഡ് ട്രേഡിംഗ് നടത്തുന്ന സ്ഥലമാണ് നമുക്ക് ഓർമ്മയിൽ വരുന്നത്. പക്ഷെ OTCEI എന്ന് പറയുമ്പോൾ അങ്ങനൊരു വലിയ ബിൽഡിംഗ് ഇല്ല. രാജ്യത്തിൻ്റെ പല ഭാഗത്തായിട്ട് ചെറിയ ചെറിയ കൗണ്ടറുകൾ സ്റ്റാർട്ട് ചെയ്യുന്നു. ആ കൗണ്ടറുകൾ കമ്പ്യൂട്ടറൈസ്ഡ് ആണ്. ആ കൗണ്ടറുകളെല്ലാം കണക്റ്റഡ് ആണ്, ഇന്റർ കണക്റ്റഡ് ആണ്. അതിൻ്റെ മെയിൻ കൗണ്ടർ, സെൻട്രൽ കൗണ്ടർ എന്ന് പറയുന്നത് മുംബൈയിലാണ്. അപ്പം ആ സെൻട്രൽ കൗണ്ടർ ബാക്കി എല്ലാ കൗണ്ടേഴ്സിനെയും മോണിറ്റർ ചെയ്യുന്നു. ബാക്കി എല്ലാ കൗണ്ടേഴ്സും സെൻട്രൽ കൗണ്ടറുമായിട്ട് മറ്റെല്ലാ കൗണ്ടറുകളുമായിട്ട് കണക്ട് ചെയ്യപ്പെടുന്ന ഒരു ഇന്റർ കണക്റ്റഡ് ട്രേഡിംഗ് ആണ് കൗണ്ടേഴ്സിൽ നടക്കുന്നത്. അപ്പം അങ്ങനെ ഒരു ബിൽഡിംഗ് ഇല്ല. രാജ്യത്തിൻ്റെ പല ഭാഗത്തായിട്ട് പല കൗണ്ടറുകൾ സ്റ്റാർട്ട് ചെയ്ത് ആ കൗണ്ടറുകളെല്ലാം ഇന്റർ കണക്റ്റഡ് കൗണ്ടറുകളാണ്. കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് വൈസ് എല്ലാം ഇന്റർ കണക്റ്റഡ് ആണ്. അങ്ങനെയാണ് ട്രേഡിംഗ് നടക്കുന്നത്. അപ്പോൾ ഒരു പ്രത്യേകിച്ചൊരു സ്ഥലമില്ല, ഒരു ബിൽഡിംഗ് കാണിക്കാനില്ല. രാജ്യത്തിന്റെ പല ഭാഗത്തായിട്ട് പല കൗണ്ടറുകളിലായിട്ടാണ് ട്രേഡ് നടക്കുന്നത്. OTCEI consists of several trading counters spread across the country and interconnected through a computer network. At every counter, investors could make purchase and sale of securities. രാജ്യത്തിന്റെ പല ഭാഗത്തായിട്ട് കൗണ്ടറുകളാണ്. ആ കൗണ്ടറുകളിൽ ഇൻവെസ്റ്റേഴ്സിന് ചെന്ന് സെക്യൂരിറ്റീസ് പർച്ചേസ് ചെയ്യുകയും സെല്ല് ചെയ്യുകയും ചെയ്യാം. ഈ ഓരോ കൗണ്ടേഴ്സും കമ്പ്യൂട്ടർ ഉണ്ട്. ആ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് യൂസ് ചെയ്ത് കമ്പ്യൂട്ടേഴ്സ് എല്ലാം ഇന്റർ കണക്റ്റഡ് ആണ്. അവ രാജ്യത്തിന്റെ ഏത് ഭാഗത്തു നിന്നും ഏത് സെക്യൂരിറ്റീസും OTCEI ലിസ്റ്റ് ചെയ്തിട്ടുള്ള സെക്യൂരിറ്റീസ് പർച്ചേസ് ചെയ്യുകയും സെല്ല് ചെയ്യുകയും ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ് OTCEI. OTCEI is a recognized stock exchange. It is recognized by Government of India under Securities Control and Regulation Act 1956. So OTCEI is a recognized stock exchange. It is promoted jointly by financial institutions like UTI, ICICI, IDBI, LIC, GIC, SBI, IFCI, etc. So the promoters of the promoters of over-the-counter exchange of India are UTI, ICICI, IDBI, LIC, GIC, SBI, IFCI, and so on. Over-the-counter market is a market system for securities outside the organized സ്റ്റോക്ക് എക്സ്ചേഞ്ച്. അപ്പോൾ ഓർഗനൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ചസിൽ, മറ്റ് നാഷണലൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ചസിലോ അല്ലെങ്കിൽ റീജിയണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചസിലോ ഒന്നും ലിസ്റ്റ് ചെയ്യപ്പെടാത്ത സെക്യൂരിറ്റീസിനെ, ഓർഗനൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ വിൽക്കപ്പെടാത്ത സെക്യൂരിറ്റീസ് വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്ന സ്ഥലമാണ് OTCEI. So OTCEI or over-the-counter exchange is a market system for securities outside the organized stock exchange. മറ്റൊരു സ്റ്റോക്ക് എക്സ്ചേഞ്ചിലും ലിസ്റ്റ് ചെയ്യപ്പെടാത്ത അല്ലെ മറ്റൊരു സ്റ്റോക്ക് എക്സ്ചേഞ്ചിലും വിൽക്കപ്പെടാത്ത സെക്യൂരിറ്റീസ് ആണ് OTCEIയിൽ വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്നത്. OTCEI provides a market for smaller companies that could not fulfill requirements for listing in large സ്റ്റോക്ക് എക്സ്ചേഞ്ച്. അപ്പം ലാർജ് സ്റ്റോക്ക് എക്സ്ചേഞ്ചസിൽ ലിസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കാത്ത സ്മോൾ കമ്പനീസിനെ
സെക്യൂരിറ്റീസ് ലിസ്റ്റ് ചെയ്യുകയും ട്രേഡ് ചെയ്യുകയും ചെയ്യുന്ന സ്ഥലമാണ് OTCAI. സോ നമ്മൾ ലിസ്റ്റിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് പറഞ്ഞായിരുന്നു. ലിസ്റ്റ് ചെയ്താൽ മാത്രമേ കമ്പനീസിൻ്റെ സെക്യൂരിറ്റീസ് ലിസ്റ്റ് ചെയ്താൽ മാത്രമേ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ട്രേഡ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ ലാർജ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് BSEയിലാണെങ്കിലും NSEയിലാണെങ്കിലും ഒരുപാട് ലിസ്റ്റിങ്ങിന് ഒരുപാട് പ്രൊസീജിയേഴ്സ് ഉണ്ട്, ഒരുപാട് റിക്വയർമെൻറ്റ്സ് ലിസ്റ്റിങ്ങിനുണ്ട്. അപ്പം ബിഗ് കമ്പനീസിന് മാത്രമാണ്, അല്ലെങ്കിൽ വളരെ നല്ല ഗ്രോത്ത് ഉള്ള കമ്പനീസിന് മാത്രമാണ് NSE BSE അതുപോലെ മറ്റ് ലാർജ് സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിലൊക്കെ ലിസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പം മറ്റ് സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിലൊന്നും ലിസ്റ്റ് ചെയ്യപ്പെടാത്ത സ്മോൾ കമ്പനീസിന് അവരുടെ സെക്യൂരിറ്റീസിന് ഒരു മാർക്കറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന സ്റ്റോക്ക് എക്സ്ചേഞ്ചാണ് ഓവർ ദ കൗണ്ടർ എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യ. അപ്പം OTCAയിൽ ട്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വേറെ ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ചിലും ലിസ്റ്റ് ചെയ്യാൻ പാടില്ല. വേറെ ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ചിലും ലിസ്റ്റ് ചെയ്തിട്ടില്ലാത്ത കമ്പനീസിൻ്റെ ഷെയർസും സെക്യൂരിറ്റീസും ട്രേഡ് ചെയ്യപ്പെടുന്ന സ്ഥലമാണ് OTCAI. അപ്പം ഓർഗനൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിന് പുറത്തുള്ള, അതായത് ഓർഗനൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ മറ്റൊരു സ്റ്റോക്ക് എക്സ്ചേഞ്ചിലും ലിസ്റ്റ് ചെയ്യപ്പെടാത്ത കമ്പനീസിൻ്റെ ഷെയർസാണ് OTCAയിൽ ലിസ്റ്റ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ മറ്റേതെങ്കിലും ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ OTCAയിൽ ലിസ്റ്റ് ചെയ്യാനും ട്രേഡ് ചെയ്യാനും സാധിക്കത്തില്ല. അപ്പോൾ ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ചിലും, രാജ്യത്തിൻ്റെ ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ചിലും ലിസ്റ്റ് ചെയ്യപ്പെടാത്ത സെക്യൂരിറ്റീസാണ് OTCAയിൽ ട്രേഡ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഇത് എന്തിനു വേണ്ടിയാണ്? വലിയ സ്റ്റോക്ക് എക്സ്ചേഞ്ചസിലൊക്കെ ലിസ്റ്റിങ്ങിന് ഒരുപാട് പ്രൊസീജിയേഴ്സും റിക്വയർമെൻറ്റ്സും ഉണ്ട്. ഈ റിക്വയർമെൻറ്റ്സ് ഒന്നും മീറ്റ് ചെയ്യാനായിട്ട് സാധിക്കാത്ത കുഞ്ഞു കുഞ്ഞു കമ്പനീസിന് അവരുടെ സെക്യൂരിറ്റീസിന് മാർക്കറ്റ് കൊടുക്കാനായിട്ടാണ് ഈ OTCAI ഫോം ചെയ്തിരിക്കുന്നത്. So OTCAI is a recognized stock exchange. It is spread across the country and controlled by Central OTC Computer located at its headquarters at Mumbai. അപ്പം ഇതെന്താണ്, ഒരു റെക്കഗ്നൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ് OTCAI. അതിൻ്റെ കൗണ്ടേഴ്സ് യൂസ് ചെയ്തിട്ടാണ് OTCAI പ്രവർത്തിക്കുന്നത്. കൗണ്ടേഴ്സ് രാജ്യത്ത് പല ഭാഗങ്ങളിലായിട്ട് കൗണ്ടേഴ്സ് ഉണ്ട്. മെയിൻ കൗണ്ടർ എവിടെയാണ്? മുംബൈ. OTCAIയുടെ ഹെഡ്ക്വാർട്ടറായ മുംബൈയിലാണ് മെയിൻ കൗണ്ടർ സെൻട്രൽ OTC കമ്പ്യൂട്ടർ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഈ സെൻട്രൽ OTC കമ്പ്യൂട്ടറും എല്ലാ കൗണ്ടറിലെ കമ്പ്യൂട്ടേഴ്സും ഇന്റർ കണക്റ്റഡ് ആണ്. അപ്പോൾ അങ്ങനെ ഒരു കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് യൂസ് ചെയ്തിട്ടുള്ള ഒരു ട്രേഡാണ് OTCAയിൽ നടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒരു പ്രത്യേക ട്രേഡിംഗ് ഫ്ലോർ ഇല്ല, അല്ലെങ്കിൽ ഒരു ബിൽഡിംഗ് എന്ന് പറയാൻ പറ്റില്ല OTCAI. രാജ്യത്തിൻ്റെ പല ഭാഗത്തായിട്ട് പല കൗണ്ടറുകളിലൂടെ പ്രവർത്തിക്കുന്ന സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ് OTCAI ഓർ ഓവർ ദ കൗണ്ടർ എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യ. അപ്പോൾ ഈ പല കൗണ്ടറുകളിലായിട്ട് പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് ഈ ഒരു എക്സ്ചേഞ്ചിനെ ഓവർ ദി കൗണ്ടർ എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യ എന്ന് നമ്മൾ പറയുന്നത്. Now let us move on to features of OTCAI. Over the counter exchange of India is a floorless exchange where all the activities are fully computerized. So OTCAI is a floorless exchange. ഫ്ലോർലെസ് എക്സ്ചേഞ്ച് ആണ്, അതായത് ഒരു പ്രത്യേക ട്രേഡിംഗ് ഫ്ലോറോ അങ്ങനെ നമുക്ക് പറയാനില്ല, ഒരു മെയിൻ ബിൽഡിംഗ് ചൂണ്ടിക്കാണിക്കാനില്ല. അതേസമയം എന്താണ്, കൗണ്ടേഴ്സിലൂടെ ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ടുള്ള ഒരു ഫ്ലോർലെസ് ട്രേഡിംഗ് ആണ്, ഫ്ലോർലെസ് എക്സ്ചേഞ്ച് ആണ് OTCAI. സെക്കൻഡ് ഫീച്ചർ ഓഫ് OTCAI, the promoters of OTCAI have been designated as sponsor members and they alone are entitled to sponsor a company for listing there. അപ്പോൾ OTCAIക്ക് ഒരുപാട് പ്രൊമോട്ടേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു. UTI, GIC, LIC, ഇങ്ങനെ ഒരുപാട് പ്രൊമോട്ടേഴ്സ് ഉണ്ട്. ഈ പ്രൊമോട്ടേഴ്സിനെ OTCAI സ്പോൺസർ മെമ്പേഴ്സ് എന്നാണ് പറയുന്നത്. സോ OTCAIയുടെ പ്രൊമോട്ടേഴ്സ് എന്ന് പറയുന്നത് OTCAIയുടെ സ്പോൺസർ മെമ്പേഴ്സ് ആണ്. ഈ സ്പോൺസർ മെമ്പേഴ്സ് സ്പോൺസർ ചെയ്യുന്ന കമ്പനീസിനെയാണ് OTCAI ലിസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ സ്മോൾ കമ്പനീസ് എന്ത് ചെയ്യണം? സ്പോൺസേഴ്സിൻ്റെ അടുത്ത് ചെല്ലണം. സ്പോൺസേഴ്സിൻ്റെ അടുത്ത് ചെന്ന് അവരുടെ ഗ്രോത്തും അവരുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും അവരുടെ ബാലൻസ് ഷീറ്റും അവരുടെ കാര്യങ്ങളെല്ലാം അവർ സബ്മിറ്റ് ചെയ്യണം. അതിനുശേഷം സ്പോൺസേഴ്സ് നല്ലൊരു ഗ്രോത്ത് പൊട്ടൻഷ്യൽ ഉള്ള കമ്പനിയാണെന്ന് അവർക്ക് തോന്നിയിട്ട് സ്പോൺസർ മെമ്പേഴ്സ് അല്ലെങ്കിൽ പ്രൊമോട്ടേഴ്സ് ആ ഒരു കമ്പനീനെ പ്രൊമോട്ട് ചെയ്തെങ്കിൽ മാത്രമേ OTCAIയിൽ ആ കമ്പനിയുടെ സെക്യൂരിറ്റീസ് ലിസ്റ്റ് ചെയ്യപ്പെടത്തുള്ളൂ. അപ്പോൾ OTCAIയിൽ ഒരു കമ്പനിയുടെ ഷെയർസ് സെക്യൂരിറ്റീസ് ലിസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ OTCAIയുടെ പ്രൊമോട്ടേഴ്സ് അല്ലെങ്കിൽ OTCAIയുടെ സ്പോൺസർ മെമ്പേഴ്സ് ആ ഒരു കമ്പനീനെ സ്പോൺസർ ചെയ്യണം. ഓക്കെ, അപ്പോൾ OTCAIയിലെ
സ്പോൺസർ മെമ്പേഴ്സ് അല്ലെ പ്രൊമോട്ടേഴ്സ് സ്പോൺസർ ചെയ്യുന്ന കമ്പനിയുടെ സെക്യൂരിറ്റീസ് മാത്രമേ OTCയിൽ ലിസ്റ്റ് ചെയ്യപ്പെടത്തുള്ളൂ. Third feature of OTCI, trading on OTCI takes place through a network of computers or over-the-counter dealers located at different places within the same city and even across the cities. So OTCI, the trade OTCI takes place through a network of computers or OTC dealers. അപ്പോൾ OTCയിൽ ട്രേഡ് എങ്ങനെയാണ് നടക്കുന്നത്? നെറ്റ്വർക്ക് കമ്പ്യൂട്ടേഴ്സ് യൂസ് ചെയ്ത് അല്ലെങ്കിൽ OTC ഡീലേഴ്സ് വഴിയാണ് ട്രേഡ് നടക്കുന്നത്. നമ്മൾ പറഞ്ഞു OTCI എന്ന് പറയുമ്പോൾ എന്താണ്, രാജ്യത്തിന്റെ പല ഭാഗത്തും കൗണ്ടേഴ്സ് തുടങ്ങിയിട്ടുണ്ട്. ആ കൗണ്ടേഴ്സിലൂടെയാണ് ട്രേഡ് നടക്കുന്നത്. ആ കൗണ്ടേഴ്സ് എന്താണ്, കമ്പ്യൂട്ടർ ഉണ്ട് കൗണ്ടേഴ്സിൽ, എല്ലാം ഓൺലൈൻ ആയിട്ടാണ് നടക്കുന്നത്. OTC ഡീലേഴ്സ്, ആ കമ്പ്യൂട്ടർ പ്രവർത്തിപ്പിക്കാനായിട്ട് അവിടെ ഡീലേഴ്സും ഉണ്ട്. അപ്പം ഇൻവെസ്റ്റേഴ്സ് അതത് സിറ്റിയിലുള്ള കൗണ്ടറുകളിൽ ചെല്ലുക, ഏത് ഷെയറാണ് മേടിക്കേണ്ടതെന്ന് തീരുമാനിക്കുക, അല്ലെങ്കിൽ ഏത് അവരുടെ കയ്യിലുള്ള ഷെയർസ് വിൽക്കണമെങ്കിൽ അവർക്ക് ആ ഒരു കൗണ്ടറിൽ പോയിട്ട് വിൽക്കാം. അപ്പോൾ OTCയിൽ ട്രേഡ് നടക്കുന്നത് കൗണ്ടേഴ്സിലൂടെയാണ്. കൗണ്ടേഴ്സിൽ എന്താ ഉള്ളത്? കമ്പ്യൂട്ടേഴ്സ്, അതുപോലെ തന്നെ OTC ഡീലേഴ്സ്. അപ്പം നെറ്റ്വർക്ക് കമ്പ്യൂട്ടേഴ്സും OTC ഡീലേഴ്സും വഴിയാണ് OTCയിൽ ട്രേഡ് നടക്കുന്നത്. These computers allow dealers to quote, query, and transact through central OTC computer using telecommunication link. അപ്പോൾ സെൻട്രൽ OTC കമ്പ്യൂട്ടർ, അത് മുംബൈയിൽ സ്ഥിതി ചെയ്യുന്ന സെൻട്രൽ OTC കമ്പ്യൂട്ടറിലേക്ക് ഈ കൗണ്ടറിൽ, രാജ്യത്തിന്റെ പല ഭാഗത്തുള്ള കൗണ്ടറുകളിലുള്ള കമ്പ്യൂട്ടേഴ്സിന് ആക്സസിബിലിറ്റി ഉണ്ട്. അപ്പോൾ ആ കമ്പ്യൂട്ടറുകൾ, രാജ്യത്തിന് പല ഭാഗത്തുള്ള കൗണ്ടറുകളിൽ ഉള്ള കമ്പ്യൂട്ടേഴ്സ് പ്രവർത്തിപ്പിക്കുന്ന ഡീലേഴ്സിന് അവർക്ക് സെക്യൂരിറ്റീസ് കോട്ട് ചെയ്യാം, സെക്യൂരിറ്റീസിനെ കുറിച്ചുള്ള ക്വയറീസ് നടത്താം, സെക്യൂരിറ്റീസ് ട്രാൻസാക്ട് ചെയ്യാം. ഈ ട്രാൻസാക്ഷൻസ് എല്ലാം സെൻട്രൽ OTC കമ്പ്യൂട്ടറിലൂടെയാണ് നടക്കുന്നത്. ഈ സെൻട്രൽ OTC കമ്പ്യൂട്ടറിലേക്ക് ടെലികമ്മ്യൂണിക്കേഷൻ ടെക്നിക്സ് യൂസ് ചെയ്തുകൊണ്ട് കൗണ്ടേഴ്സിലുള്ള കമ്പ്യൂട്ടേഴ്സിന് ആക്സസിബിലിറ്റി ഉണ്ട്. അപ്പോൾ കൗണ്ടേഴ്സിലുള്ള ഡീലേഴ്സാണ് കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ടെലികമ്മ്യൂണിക്കേഷൻ ടെക്നോളജി യൂസ് ചെയ്തുകൊണ്ട് സെക്യൂരിറ്റീസിൻ്റെ ട്രേഡ് ചെയ്യാനായിട്ട് ഇൻവെസ്റ്റേഴ്സിനെ ഹെൽപ്പ് ചെയ്യുന്നത് ഈ ഡീലേഴ്സാണ്. ഓക്കെ, അപ്പോൾ OTCI എന്ന് പറയുന്നത് എന്താണ്? ഒരു ഫ്ലോർലെസ് എക്സ്ചേഞ്ച് ആണ്. ഫ്ലോർലെസ് എക്സ്ചേഞ്ച് ആണ്. കൗണ്ടറുകളിലൂടെ, രാജ്യത്തിന്റെ പല ഭാഗത്ത് പല കൗണ്ടറുകളുണ്ട്, സെറ്റ് ചെയ്തിട്ടുണ്ട് OTCI. ആ കൗണ്ടറുകളിൽ എന്താണ്, കമ്പ്യൂട്ടേഴ്സ് ആണ്. ഈ കമ്പ്യൂട്ടേഴ്സ് എല്ലാം ഇന്റർ കണക്റ്റഡ് ആണ്. അപ്പൊ ഇന്റർ കണക്റ്റഡ് ആയിട്ടുള്ള കമ്പ്യൂട്ടേഴ്സ് ഉള്ള കൗണ്ടേഴ്സിലൂടെയാണ് ഈ OTCI ട്രേഡ് നടത്തുന്നത്. തീർച്ചയായിട്ടും കമ്പ്യൂട്ടർ ഓപ്പറേറ്റ് ചെയ്യാൻ അവിടെ ഒരു ഡീലറും ഉണ്ട്. അപ്പൊ ഡീലറാണ് വില കോട്ട് ചെയ്യുന്നതും ട്രാൻസാക്ഷൻസ് നടത്തുന്നതും ഒക്കെ. ഓക്കെ, so third feature of OTCI is that the trade in OTCI takes place through a network of computers or OTC dealers located at different places. Now let us move on to fourth feature of OTCI. A company which is listed on any other recognized stock exchange in India is not permitted simultaneously for listing in OTCI. അപ്പോൾ വേറെ ഒരിടത്തും ലിസ്റ്റ് ചെയ്യപ്പെടാത്ത കമ്പനീസിന് ലിസ്റ്റിംഗ് ഓപ്പർച്യൂണിറ്റി കൊടുക്കുന്ന സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ് OTCI. Another important feature of OTCI is that it deals in equity shares, preference shares, bonds, debentures, etc. എല്ലാ സ്റ്റോക്ക് എക്സ്ചേഞ്ചും പോലെ തന്നെ OTCI ഇക്വിറ്റി ഷെയർസിൻ്റെയും പ്രിഫറൻസ് ഷെയർസിൻ്റെയും ബോൺസിൻ്റെയും ഡിബഞ്ചേഴ്സിൻ്റെയും എല്ലാ ടൈപ്പ് ഷെയർസിൻ്റെയും ഡീലിങ്സ് നടത്തുന്നു. ലാസ്റ്റ് ഫീച്ചർ ഓഫ് OTCI is that it is designed trading in debt instruments, commonly called PSU bonds, and also in equity shares of unlisted companies. So OTC Exchange of India designed trading in debt instruments also. So debt instruments commonly known as PSU bonds and also in equity shares of unlisted companies. അപ്പോൾ ഷെയർസിൻ്റെ മാത്രമല്ല, ഡെപ്റ്റ് ഇൻസ്ട്രുമെൻസിൻ്റെയും, അപ്പോൾ ഓണർഷിപ്പ് ഇൻസ്ട്രുമെൻസിൻ്റെ മാത്രമല്ല, ഡെപ്റ്റ് ഇൻസ്ട്രുമെൻസിൻ്റെയും ട്രേഡ് OTCയിലൂടെ നടക്കും. അപ്പോൾ OTCയിൽ ഷെയർസിൻ്റെ ട്രേഡും ഡെപ്റ്റ് ഇൻസ്ട്രുമെൻസിൻ്റെ ട്രേഡും നടക്കും. അതുപോലെ തന്നെ വേറെ ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ചിലും, റെക്കഗ്നൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിലും ലിസ്റ്റ് ചെയ്യപ്പെടാത്ത കമ്പനീസിൻ്റെ സെക്യൂരിറ്റീസ് ആണ് OTCയിൽ ട്രേഡ് ചെയ്യപ്പെടുന്നത്. OTCയിൽ ട്രേഡ് എങ്ങനെയാണ്? നെറ്റ്വർക്ക് കമ്പ്യൂട്ടേഴ്സ് യൂസ് ചെയ്തിട്ടാണ് നടക്കുന്നത്. OTCയിൽ ഒരു കമ്പനി ലിസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ OTCയുടെ പ്രൊമോട്ടേഴ്സ് അല്ലെങ്കിൽ സ്പോൺസേഴ്സ് ആ കമ്പനീനെ സ്പോൺസർ ചെയ്യണം. ആൻഡ് OTCI is a ഫ്ലോർലെസ് എക്സ്ചേഞ്ച്.
ഒരു പ്രത്യേക ഒരു ഫ്ലോർ, ട്രേഡിംഗ് ഫ്ലോർ ഇല്ല, ഒരു ബിൽഡിംഗ് ഇല്ല. പിന്നെന്താണ്, പല കൗണ്ടറുകൾ, രാജ്യത്തിന് പല ഭാഗത്തുള്ള പല കൗണ്ടറുകളിലൂടെയാണ് ട്രേഡ് നടക്കുന്നത്. സോ OTCI is a floorless exchange. So we were discussing about one of the important stock exchange in India, OTCI, or over the counter exchange of India. I hope this class was useful and informative. Thank you.